നമ്മളെ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുമല്ലേ? പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളും ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളും ഒക്കെ. എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദം ബിരിയാണിയും കൊഞ്ച് റോസ്റ്റുമാണ്. അങ്ങനെ ഉമ്മ ഉണ്ടാക്കുന്ന ദം ബിരിയാണി ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ദം ബിരിയാണി വെക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നെയ്യും, ചോറൊട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. നാരങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല. പിന്നീട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മസാല റെഡിയാക്കാം. എണ്ണ ചൂടാക്കാൻ വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ നെയ്യിൽ വഴറ്റി എടുത്തിട്ടുള്ള സവാല ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെയും സവാള, പിന്നെ വീണ്ടും ചോറിടുക, പിന്നെയും നെയ്യ് ഒഴിക്കുക, സവാള ഇടുക, അടച്ചൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവിയേറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലൊരു പാത്രത്തിലോട്ട് ഇട്ട് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് എത്തിയില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ.